സീരിയൽ നടൻ സിദ്ധാർത്ഥ് വേണുഗോപാലിനെ അവസാന നോക്കു കാണുവാൻ നിരവധി താരങ്ങളാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. അക്കൂട്ടത്തിൽ നടി ബീന ആന്റണിയും ഉണ്ടായിരുന്നു. സീരിയലിൽ അമ്മയും മോനുമായി അഭിനയിച്ചിട്ടുള്ളവരാണ് സിദ്ധാർത്ഥും ബീന ആന്റണിയും. അന്നു തുടങ്ങിയ സൗഹൃദം ആശുപത്രി കിടക്കയിലായിരുന്ന കാലത്തും ഇവർ തുടർന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മരണവാർത്തയിൽ തകർന്നുപോയ ബീന ആന്റണി നെഞ്ചുവിങ്ങിയാണ് ആശുപത്രിയിലേക്ക് സിദ്ധാർത്ഥിനെ അവസാന നോക്കു കാണാനെത്തിയത്. സീമാജി നായർക്ക് പിന്നിൽ സങ്കടമടക്കി പിടിച്ചു നിന്ന ബീനയുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള ഓരോ വാർത്തകൾ എത്തുമ്പോഴും പ്രാർത്ഥനയിലായിരുന്നവരുടെ കൂട്ടത്തിൽ ബീനയും ഉണ്ടായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടപ്പെട്ടൊരാൾ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന സീമയുടെ പോസ്റ്റ് മണിക്കൂറുകൾക്ക് മുമ്പ് എത്തിയപ്പോൾ അത് സിദ്ധാർത്ഥ് ആയിരിക്കുമെന്ന് ആരും നനച്ചിരുന്നില്ല. പിന്നാലെയാണ് സിദ്ധാർത്ഥിന്റെ മരണവാർത്ത എത്തിയത്. തുടർന്ന് ബീന ആന്റണി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: സിദ്ധു, എടാ മോനെ, നീ ഇനി ഈ ഭൂമിയിൽ ഇല്ല എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അമ്മയും മകനുമായി നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ നീ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ പലപ്പോഴും പല സീനുകളിലും ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന്. ഈശ്വര, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. സിദ്ധു, കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ മാത്രം മോനെ. നിന്റെ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള കരുത്ത് ഈശ്വരൻ നൽകട്ടെ എന്നായിരുന്നു ബീന ആന്റണി കുറിച്ചത്. ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തേക്കിറക്കിയ സിദ്ധാർത്ഥിന്റെ മൃതദേഹം കാണുവാൻ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒപ്പം അഭിനയിച്ച നിരവധി താരങ്ങളുമെല്ലാം എത്തിയിരുന്നു. അവിടെ എത്തിയവരുടെയെല്ലാം ചങ്കുലയ്ക്കുന്നതായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മയുടെ കരച്ചിൽ. ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ തളർന്നു വീഴുകയായിരുന്നു ആ അമ്മ. എൻ്റെ മോനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്നുള്ള ചോദ്യം കേട്ടുനിൽക്കുന്നവരുടെ മുഴുവൻ ചങ്കുലയ്ക്കുന്നതായിരുന്നു. സീമാജി നായർ അടക്കമുള്ളവർ അമ്മയുടെ കൈപിടിച്ച് സിദ്ധാർത്ഥിനെ തുടിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റു നിൽക്കാനുള്ള ശക്തിയില്ലാതെ തളർന്നു പോവുകയായിരുന്നു അമ്മ. അച്ഛൻ മരിച്ച ശേഷം സിദ്ധാർത്ഥിന് അമ്മയായിരുന്നു എല്ലാം. മകൻ്റെ സ്വപ്നമായ അഭിനയത്തിന് സർവ്വ പിന്തുണയും നൽകിയിരുന്നത് ഈ അമ്മയായിരുന്നു. സിദ്ധാർത്ഥിന് രോഗം സ്ഥിരീകരിച്ച നാൾ മുതൽ മകൻ്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ അമ്മ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മരണവാർത്ത. ശേഷം താങ്ങിപ്പിടിച്ചാണ് അമ്മയെ വാഹനത്തിലേക്ക് കയറ്റിയതും വീട്ടിലേക്ക് കൊണ്ടുപോയതുമെല്ലാം. സിദ്ധാർത്ഥിൻ്റെ വീട്ടിലാണ് ഇനി മറ്റു ചടങ്ങുകൾ നടക്കുക. സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കണ്ട് ചേട്ട കുറേ വേദന സഹിച്ചില്ലേ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുന്ന സിദ്ധാർത്ഥിൻ്റെ അനുജത്തിയും വേദനയായി മാറിയിരുന്നു. രണ്ടുപേർ ചേർന്ന് താങ്ങിപ്പിടിച്ചിരുന്ന അനിയത്തിയെ സാന്ത്വനിപ്പിക്കുവാൻ പാടുപെടുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഇന്നലെയാണ് സിദ്ധാർത്ഥിൻ്റെ മരണം സംഭവിച്ചത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.